സദസ്സിന് വന്ദനം. ഇന്ന് ജൂൺ 19 വായനാ ദിനം. മലയാളിയെ അക്ഷരത്തിന്റെയും വായനയുടെയും ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് അടിത്തറയിട്ട ശ്രീ പി.എൻ. പണിക്കരുടെ ചരമദിനമാണ് നാം വായനാ ദിനമായി ആചരിക്കുന്നത്. വായനയിലൂടെ മാത്രമേ ഒരു വ്യക്തി പൂർണ്ണനാവുന്നുള്ളൂ. നല്ല പുസ്തകങ്ങൾ നല്ല കൂട്ടുകാരാണെന്ന് പറയാം. കുട്ടികളുടെ മാനസികവും ബുദ്ധിപരവുമായ കഴിവുകൾ വികസിപ്പിക്കാൻ വായനയ്ക്കുള്ള പങ്ക് വളരെ വലുതാണ്. മനുഷ്യ മനസ്സിനെ ഉണർത്താനും ഉയർത്താനും നല്ല പുസ്തകങ്ങൾക്ക് കഴിയുമെന്ന് മഹാനായ ടോൾസ്റ്റോയ് പറഞ്ഞിട്ടുണ്ട്. ലോകം കണ്ടിട്ടുള്ള നേതാക്കന്മാരിൽ പലരും നല്ല വായനാശീലം കൈമുതലാക്കിയവരായിരുന്നു. ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റായിരുന്ന രാജേന്ദ്ര പ്രസാദ് ആകട്ടെ തന്റെ അറിവിന്റെ പകുതിയും വായനയിലൂടെ ലഭിച്ചതാണെന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്. നല്ല കൃതികൾ മനുഷ്യ മനസ്സിനെ സംസ്കരിച്ച് ശുദ്ധമാക്കുന്നു. അതിന് പത്രവായന മാത്രം പോരാ, അവ വായിക്കണം. പക്ഷേ മറ്റു പുസ്തകങ്ങളും വായിക്കണം. മഹാന്മാരുടെ ആത്മകഥകളും ജീവചരിത്രങ്ങളും നമുക്ക് വലിയ പ്രചോദനം നൽകും. കൂടാതെ കഥകൾ, കവിതകൾ, നോവലുകൾ, നാടകങ്ങൾ തുടങ്ങിയ വിവിധ വിഭാഗത്തിൽപ്പെടുന്ന കൃതികളും വായിക്കണം. ആസ്വാദനശേഷി വർദ്ധിപ്പിക്കാനും പുതിയ കാഴ്ചപ്പാടുകൾ നൽകാനും അവയ്ക്ക് കഴിയും. അവയിലെ ആശയങ്ങൾ നമ്മെ സ്വാധീനിക്കും. മനുഷ്യ സംസ്കാരത്തെ നിലനിർത്തുന്ന ഗ്രന്ഥങ്ങളുടെ പാരായണം നമ്മെ വലിയവരാക്കും. പക്ഷേ അലസമായി ചെയ്യേണ്ട ഒന്നല്ല വായന. നമ്മുടെ അഭിരുചിക്കും താല്പര്യത്തിനും അനുസൃതമായ പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വായിക്കണം. ഇന്റർനെറ്റിന്റെയും കമ്പ്യൂട്ടറിന്റെയും ഈ കാലഘട്ടത്തിലും പുസ്തകങ്ങൾക്കും വായനാശീലത്തിനും അർത്ഥവും ലക്ഷ്യവുമുണ്ട്. ഈ വായനാ ദിനം മുതലെങ്കിലും നമുക്കും വായനയുടെ ലോകത്തേക്ക് ചിറക് വിരിച്ചു പറക്കാം. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും എന്ന കുഞ്ഞുണ്ണി മാഷിന്റെ വരികൾ ഓർത്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.